ഇറാനുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ട സ്ഥിതിക്ക്, അഥവാ ഒരു കരാറിലെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനി വീണ്ടും യുദ്ധം പുനരാരംഭിക്കുമോ, അത്തരം കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ള വലിയ ആശങ്കയാണ് ലോകത്തെമ്പാടും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലൊന്നാകെ ഈ സാഹചര്യം മുൻനിർത്തി അവിടെയുള്ള ജനസമൂഹവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ രാജ്യത്തടക്കമുള്ള ജനസമൂഹവും വളരെ വലിയ ആശങ്കയിലാണ്. ഈ ഒരു സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അത് തുർക്കിയുടെ ഭാഗത്തു നിന്നാണ്. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ഒരു രീതിയിലും സമാധാനം ആഗ്രഹിക്കാത്ത രാജ്യമാണ്. അവർക്ക് ചോര കണ്ട് അറപ്പ് തീർന്നിട്ടില്ല. അവർക്ക് ചോര കൊണ്ട് വീണ്ടും ചോരക്കൊതിമൂത്ത് ജനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തണമെന്നുള്ള ആഗ്രഹമാണ്. ഒരു തരത്തിലുള്ള സമാധാന ഉടമ്പടികൾക്കും ഇവർക്ക് താല്പര്യമില്ല എന്നുള്ള ഒരു കാര്യമാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാറ്റോയിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ ഞങ്ങൾ ലിബിയയിൽ ഇടപെട്ടതുപോലെ, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇടപെട്ടതുപോലെ ഇസ്രായേലിൽ ഇടപെടാൻ മടിക്കില്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനവും നയസമീപനവും വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, തുർക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇസ്രായേലിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ പിന്തുണച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാന് പോലും മറ്റൊരു തരത്തിൽ പുറത്തുനിന്നും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തൂഫാനുൽ അക്സയ്ക്ക് ശേഷം ഇതുവരെയും തുർക്കി കാര്യങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സിറിയയിൽ ഭരണമാറ്റമുണ്ടായി. തുർക്കിക്ക് അനുകൂലമാവുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പോൾ സിറിയ മാറി. അങ്ങനെ വിവിധ ഇടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുർക്കി സസൂക്ഷ്മമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നത്. അത് ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങളാണ്. ഈ സംഘർഷങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നു, ഇറാനിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ കൊലപ്പെടുത്തുന്നു. ഇതാണ് ഇതിൻ്റെ തുടക്കം എന്നുള്ളത്. പിന്നീട് അത് തമ്മിലുള്ള വലിയ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു. മിഡിൽ ഈസ്റ്റ് ഒന്നാകെ ഇത് ബാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനിടയിൽ തുർക്കിയിൽ പോലും ഇതിൻ്റെ അനുകരണങ്ങൾ ഉണ്ടായി എന്നത് തന്നെയാണ്. തുർക്കിയിലെ ജനസമൂഹം ഒന്നാകെ ഇന്ന് ഇസ്രായേൽ വിരുദ്ധ പക്ഷത്താണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള സയണിസ്റ്റ് അനുകൂലമായ ഒരു ജനസമൂഹമല്ല ഇന്ന് തുർക്കിയിൽ ഉള്ളത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ ഈ മേഖലയിൽ ഒന്നാകെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ തങ്ങളെ കൂടി ബാധിക്കുന്നതാണെന്ന് തുർക്കിക്ക് നന്നായിട്ടറിയാം. മറ്റൊന്ന് ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണികളാണ്. ഇസ്രായേൽ ആദ്യം ഫലസ്തീൻ, ലബനൻ, സിറിയ, ഇറാനിലേക്ക് എത്തിയിരിക്കുന്നു. ഇനത് തുർക്കിയെ ലക്ഷ്യം വെച്ചേക്കാം. ഇവർക്ക് തടസ്സമാവുമെന്ന് വിചാരിക്കുന്ന ഓരോ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചേക്കാം. തുർക്കിയിൽ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഉർദുഗാനെയും ഹക്കൻ ഫിദാനെയും പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് പകരം പുതിയ സംവിധാനം കൊണ്ടുവരാനൊക്കെ ഇസ്രായേൽ പലതവണ ശ്രമിച്ചതാണ്. പക്ഷേ അത് നടന്നിട്ടില്ല. ഭരണ അട്ടിമറികൾ അവിടെ നടത്താൻ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി മറ്റുള്ള നടപടികളിലേക്ക് അവർ കടക്കുമോ, ഇറാനെ പോലെയുള്ള നടപടികളിലേക്ക് തുർക്കിയിലേക്കും കടന്നു വരുമോ എന്നുള്ള ഒരു ആശങ്കയും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മേഖലയിൽ ഉണ്ടാക്കുന്ന അസ്ഥിരതയും സമാധാനമില്ലായ്മയും ഓരോ രാജ്യത്തിൻ്റെയും പ്രശ്നമാണ്. അത് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രശ്നമാണ്, അത് തുർക്കിയുടെ പ്രശ്നമാണ്, അത് ഇറാഖിൻ്റെയും ഇറാൻ്റെയും സിറിയയുടെയും പ്രശ്നമാണ്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള നിലയിലേക്ക് തുർക്കിക്ക് സഞ്ചരിക്കേണ്ടി വരുന്നു എന്നതാണ്. അതിനിടയിൽ ഇന്ന് വന്ന ഒരു റിപ്പോർട്ട് എന്നുള്ളത്, ഈ കരയുദ്ധം നടക്കാൻ സാഹചര്യമുണ്ടെന്നുള്ള ഒരു സാഹചര്യം മുൻനിർത്തി തുർക്കിയിൽ നിന്നും ചില ആളുകൾ ഇറാനിലെത്തി ഇറാനി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഥവാ ഉർദുഗാന്റെ ഈ ഒരു ആഹ്വാനത്തിന് പിന്നാലെ, ഉർദുഗാന്റെ ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കാൻ പോലും മടിക്കില്ലെന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം തുർക്കിയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഇറാനിലെത്തി എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ കാര്യങ്ങൾ ഒന്നും കൂടി വ്യക്തമാണ്. ഇവിടെ ഇസ്രായേൽ ഈ സംഘർഷം നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സമാധാന ശ്രമങ്ങളെയും ഇസ്രായേൽ പിന്തുണക്കുന്നില്ല. ഗസയിൽ സമാധാനം ഉണ്ടാക്കാനോ ലബനനിൽ സമാധാനം ഉണ്ടാക്കാനോ
ഇറാനിലോ സിറിയയിലോ സമാധാനം ഉണ്ടാക്കാനോ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാക്കാനോ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് രക്തരൂക്ഷിതമായ യുദ്ധത്തിലേക്ക് കടക്കണമെന്ന് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടയ്ക്കും ലബനനെ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ഫലസ്തീനെ തുടർച്ചയായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പാകിസ്ഥാൻ പോലും ഈ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുമ്പോൾ അവർ അവരുടെ യുദ്ധവിമാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിൽ ഒന്നാകെ സൈനിക വിന്യാസം നടത്തിയ സാഹചര്യവും ഇസ്ലാമാബാദിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സാഹചര്യവും നമ്മൾ കണ്ടതാണ്. അഥവാ സമാധാന ശ്രമങ്ങളെ പോലും ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ പാകിസ്ഥാന് ഇത്തരം സന്നാഹങ്ങൾ ഒരുക്കേണ്ടി വന്നിരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ താല്പര്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിലനിർത്തി പോകുന്നത്, പശ്ചിമേഷ്യയിൽ നിലനിർത്തി പോകുന്നത് അത് ഇസ്രായേൽ വഴിയാണ്. ലോകത്താകമാനം അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അതായത് ഇസ്രായേലും അമേരിക്കയും സംയോജിതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഒന്ന് മറ്റൊന്നിന് പൂരകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് സാരം. ഇങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിന് വിരുദ്ധമായ എന്തെങ്കിലും തീരുമാനങ്ങൾ അമേരിക്കയിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയില്ല. അത് ഡൊണാൾഡ് ട്രംപ് ആയാലും അല്ലെങ്കിൽ അവരുടെ എതിർകക്ഷി ഭരിച്ചാലും ഇത് തന്നെയാണ് സാഹചര്യം എന്നുള്ളത്. അപ്പോൾ ഇസ്രായേൽ എന്നുള്ളത് അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു രാജ്യമാണ്. അവിടെ അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു, ആ ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. പ്രൊഡക്റ്റീവായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട പണി എന്നുള്ളത് ആയുധ കൂമ്പാരങ്ങൾ ഉണ്ടാക്കുക, ഇത്തരം ആണവായുധങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കി ലോകത്തെമ്പാനുമുള്ള സായുധ സംഘങ്ങൾക്ക് വിൽപ്പന നടത്തുകയും ഓരോ രാജ്യത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ അത് വിതരണം ചെയ്യുക. ഇതാണ് പരമ്പരാഗതമായിട്ട് അവർ ശീലിച്ചു പോകുന്നത്. പലപ്പോഴും ഇത് അമേരിക്കൻ താല്പര്യങ്ങളെ കൂടി മുൻനിർത്തിയാണ്. അങ്ങനെ ഈ രണ്ട് കക്ഷികളും, അമേരിക്കയും ഇസ്രായേലും, പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് മിഡിൽ ഈസ്റ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊന്നാകെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനെ തള്ളിപ്പറയുകയും അംഗീകരിക്കാതിരിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷേ അവിടെ അമേരിക്കയെ മുൻനിർത്തി അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും അമേരിക്കയുടെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആ മേഖലയിൽ ഒന്നാകെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യാൻ സയനിസ്റ്റ് അച്യുതണ്ടിന് സാധിച്ചു. അങ്ങനെ സ്വന്തം നിലയ്ക്ക് കഴിയാത്ത സാഹചര്യം അമേരിക്കയെ മുൻനിർത്തി ഇസ്രായേൽ ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയിൽ ഒന്നാകെ സമ്പൂർണമായിട്ടും ഇസ്രായേലി താല്പര്യങ്ങൾക്ക് മാത്രം നിലനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് എല്ലാ സമയത്തും ഉണ്ടായിരിക്കുന്നത്. അവരുടെ പോളിസികൾ തന്നെ സയനിസ്റ്റ് ലോബിയാണ് തീരുമാനിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു വശമെന്നുള്ളത്. ഇങ്ങനെ ബഹുമുഖങ്ങളായ പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ ഉള്ളപ്പോൾ ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇസ്രായേൽ തന്നെയാണെന്ന് തുർക്കി കൂടി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തുർക്കി ഇനി ഒരു ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളിലേക്കോ യുദ്ധങ്ങളിലേക്കോ കടക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇസ്രായേലിനുള്ള ഭീഷണി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ തേടാൻ തുർക്കി നിർബന്ധിതരായിരിക്കുന്നു എന്നതാണ്. തൂഫാൻ അക്സ പോലും ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. അതിനിടയിൽ ഹമാസുമായി ബന്ധപ്പെട്ട നേതൃത്വമൊക്കെ നിരന്തരമായി തുർക്കിയിൽ പോവുകയും തുർക്കിയുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. ഇന്റലിജൻസ് വിവരങ്ങൾ എന്നുള്ളത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കുന്ന രാജ്യം തന്നെയാണ് തുർക്കി എന്നുള്ളത്. അങ്ങനെ തുർക്കിയുടെ പല ഇന്റലിജൻസ് വിവരങ്ങളും ഇറാന് പല സമയത്തും ഉപകാരപ്രദമായിട്ടുണ്ട്. അത് ഇറാന് കൈമാറാനും തയ്യാറായിട്ടുണ്ട്. അതായത് മേഖലയിൽ ഒന്നാകെ ഈ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ മാറി നിൽക്കാൻ തുർക്കിയും തയ്യാറാവുന്നില്ല എന്നതാണ്. മറ്റൊന്ന് ഈ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമാണ്. തെക്കൻ ലബനാനിൽ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോഴും ആയുധങ്ങൾ കിട്ടുന്നുവെന്നും അത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നുവെന്നതും ഇസ്രായേലിനെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നേരത്തെ ഉണ്ടായ സിറിയയിലെ ഭരണമാറ്റം, ബാഷർ അൽ അസദ് എന്ന ഇറാനെയും ഹിസ്ബുള്ളയെയും പിന്തുണക്കുന്ന കക്ഷി മാറിയിട്ട് അഹമ്മദ് അൽ ഷറായുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു ഭരണകൂടം വന്നിട്ട് പോലും ഈ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തളർച്ച ഉണ്ടാക്കാനോ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ഹിസ്ബുള്ളക്ക് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നതും ഇപ്പോൾ കണ്ട യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും കോർഡിനേഷനും കോറിഡോറുമായിട്ട് സിറിയയുടെ വഴികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായാലും ഇതിനിടയിൽ ഇസ്രായേൽ താല്പര്യങ്ങൾക്കെതിരെ
ഇറാന്റെ പ്രധാനപ്പെട്ട അലയായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയ്ക്കും അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്നു എന്നുള്ളതും ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പല വിധങ്ങളായ ഇടരുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഉർദുഖാന്റെ ഈ ഒരു വാക്കുകൾ എന്നുള്ളത് കേവലം ഒരു പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ കേവലം ഒരു വാക്ചാതുര്യം കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനോ ഉള്ളതല്ല. ഇത് നടത്തിയില്ല എങ്കിൽ, ഇത് സംഭവിച്ചില്ല എങ്കിൽ തങ്ങളും കൂടി ഭീഷണി നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഇറാൻ കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് നേരെ വരുമെന്നും തുർക്കിക്ക് നന്നായി അറിയാം. അതുകൊണ്ടുകൂടിയാണ് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം ഒരു സംസാരങ്ങൾ ഉർദുഖാന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതും ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തുർക്കിയും കൂടി ഉൾപ്പെടുന്ന മറ്റൊരു തലത്തിലുള്ള ഒരു പോരാട്ടങ്ങളിലേക്ക് കൂടി ഇത് മാറി മറിഞ്ഞേക്കാം എന്നും ചിലപ്പോൾ കരുതാതെ ധരിക്കാൻ വയ്യ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.